ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പിക്സൽ വേഴ്സ് മൈനിങ്ങിൻ്റെ അല്ലെങ്കിൽ പിക്സൽ വേഴ്സ് ഗെയിമിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും അവരുടെ എയർ ഡ്രോപ്പിന് നമുക്ക് എലിജിബിലിറ്റി കിട്ടണമെങ്കിൽ അവരുടെ പ്ലാറ്റ്ഫോമിൽ നമുക്ക് വെരിഫിക്കേഷൻ ആവശ്യമായിട്ട് വരുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വെരിഫിക്കേഷൻ നേടാം എന്നാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. പെട്ടെന്നുള്ള അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മൾ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. നിങ്ങൾ പിക്സൽ വേഴ്സ് ഇനിയും കളിക്കാനായിട്ട് തുടങ്ങിയിട്ടില്ലെങ്കിൽ പിക്സൽ വേഴ്സ് ബോട്ടിൻ്റെ ലിങ്കും അതുപോലെ തന്നെ നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ള ട്യൂട്ടോറിയൽ വീഡിയോൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാവുന്നതാണ്. ഒട്ടനവധി ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചുകൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ്. അതുപോലെ തന്നെ ഇവർ ഇനീഷ്യൽ ഫണ്ടിങ്ങിൽ ഏകദേശം $5.5 മില്യൺ റേസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റ് എയർ ഡ്രോപ്പുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു എയർ ഡ്രോപ്പും മിസ്സാക്കാതിരിക്കുക. അപ്പം നമുക്ക് വീഡിയോൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. നിങ്ങളുടെ പിക്സൽ വേഴ്സിൻ്റെ ബോട്ട് ഓപ്പൺ ചെയ്ത് വരുമ്പം ഏകദേശം ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഇവിടെ നമ്മൾ വെരിഫൈ ആയോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും റൈറ്റിൽ ടോപ്പിൽ നിങ്ങൾക്ക് സൂൺ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം കാണാനായിട്ട് പറ്റും. അവിടെ എൻ്റെ 2 ലെവൽ മാത്രമേ വെരിഫൈ ആയിട്ടുള്ളൂ. ഇവിടെ നമ്മൾ 3 ലെവൽ വെരിഫിക്കേഷൻ കിട്ടുന്ന സമയത്ത് ആ ഒരു സൂണിൻ്റെ ഉള്ളിൽ ഒരു ടിക്ക് മാർക്ക് കിട്ടുന്നതായിരിക്കും. സോ കുറേ അധികം ആളുകൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ എയർ ഡ്രോപ്പിന് ഫിൽറ്ററിങ് ക്രൈറ്റീരിയ കൊണ്ടുവരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഈ ഒരു ടിക്ക് മാർക്ക് കിട്ടുന്ന ആളുകൾക്ക് ആയിരിക്കണം ഇവർ എയർ ഡ്രോപ്പ് കൊടുക്കാനായിട്ട് പോകുന്നത്. ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. നമ്മുടെ ഈ ഒരു പിക്സൽ വേഴ്സ് ഗെയിമിൻ്റെ ഉള്ളിൽ വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇതിനകത്ത് ഡെയിലി റിവാർഡ്സുകൾ കളക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മുടെ റിവാർഡ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. അവിടെ നമുക്ക് ഡെയിലി ചെക്ക് ഇൻ റിവാർഡും അതുപോലെ തന്നെ ഡെയിലി ഓരോ കോംബോയും ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ലോഗിൻ റിവാർഡുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് കളക്ട് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ കോംബോകൾ നമ്മൾ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഡെയിലി ഇടുന്നുണ്ട്. സോ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെയിലി ലോഗിൻ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു കോംബോയും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ആ കറക്റ്റ് ആ ഒരു ഓർഡറിൽ വെച്ചതിന് ശേഷം പോയിന്റ്സ് ക്ലെയിം ചെയ്യുക എന്നതാണ്. ഈ 2 കാര്യങ്ങൾക്ക് പുറമെ നമ്മൾ മൂന്നാമതായിട്ട് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കൂടെ ചെയ്യണം. ഈ ഒരു 3 കാര്യങ്ങളിലും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ഡേയ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. എനിക്ക് ഇന്നാണ് വെരിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നത്. എൻ്റെ ആകെ ആ ഒരു 2 ലെവൽ മാത്രമേ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി ഞാൻ മൂന്നാമത് പറയാനായിട്ട് പോകുന്ന കാര്യവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ മൂന്നാമത് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഒരു പിക്സൽ ടാപ്പ് ബോർഡിൻ്റെ ഉള്ളിൽ നമുക്ക് ഗെയിം കളിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നമ്മൾ ഫൈറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു അവതാറിനെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഓൺലൈനായിട്ടുള്ള ഏതെങ്കിലും ഒരു റാൻഡം പേഴ്സണായിട്ട് ഇങ്ങനെ ഗെയിം കളിക്കാനായിട്ട് പറ്റും. അപ്പം നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെയിലി ഒരു 4-5 തവണയെങ്കിലും ഏതെങ്കിലും ഒരു റാൻഡം പേഴ്സണുമായിട്ട് ഈ ഒരു പിക്സൽ ടാപ്പിൻ്റെ ഗെയിം കളിക്കുക എന്നാണ്. ഞാൻ ബാക്കി 2 കാര്യങ്ങളും റെഗുലറായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് കോംബോയും അതുപോലെ തന്നെ ഡെയിലി ലോഗിൻ റിവാർഡും എല്ലാ ദിവസവും മുടങ്ങാതെ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഗെയിം മാത്രമാണ് ഞാൻ കുറച്ച് കളിക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഇന്ന് ഞാൻ ഏകദേശം 2-3-4 പ്രാവശ്യം ഈ ഒരു ഗെയിം കളിച്ചു. ഇതിൽ നിങ്ങൾ ജയിക്കണമെന്നൊന്നും യാതൊരുവിധ നിർബന്ധവും ഇല്ല. നിങ്ങൾ തോറ്റാലും കുഴപ്പമില്ല. അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4-5 തവണയെങ്കിലും ഒരു ദിവസം ഇതിൽ ഗെയിം കളിക്കുക എന്നാണ്. അപ്പം ഡെയിലി ചെക്ക് ഇൻ റിവാർഡ് എടുക്കുക, ഡെയിലി കോംബോ കാർഡുകൾ കളക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഇതിനകത്ത് പറ്റുന്ന പോലെ ഗെയിമും കളിക്കുക. അപ്പം നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഇവരുടെ ആ ഒരു വെരിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. എനിക്ക് ഇന്നാണ് വെരിഫിക്കേഷൻ കിട്ടിയിട്ടുള്ളത്. ഇന്നൊരു 2-3 പ്രാവശ്യം ഗെയിം കളിച്ചപ്പോൾ തന്നെ എനിക്ക് ഈ ഒരു വെരിഫിക്കേഷൻ മാർക്ക് വന്നിട്ടുണ്ട്. ആ സൂണിൻ്റെ അവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. എനിക്ക് ആദ്യം 2 മാത്രമേ ഫില്ലായിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പം 3 ഫില്ലായി. അതിൻ്റെ ഉള്ളിലൊരു ടിക്കും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഈ ഒരു വെരിഫിക്കേഷൻ ബാഡ്ജ് എന്ന് പറയുന്നത് ഇവരുടെ എയർ ഡ്രോപ്പിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയ ആവാനുള്ള എല്ലാ പോസിബിലിറ്റിയും ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒട്ടനവധി എക്സ്ചേഞ്ചുകളായിട്ട് പാർട്ട്ണർഷിപ്പുള്ള പ്രൊജക്റ്റാണ്. ഓൾറെഡി $5.5 മില്യൺ ഇവർ ഫണ്ടിങ്ങിൽ റേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴും ഇവർ ഏകദേശം $3,30,000 വർത്തായിട്ടുള്ള ഗിവ് എവേയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. സോ കയ്യിൽ ഫണ്ടുള്ള അത്യാവശ്യം വളരെ വലിയൊരു പ്രൊജക്റ്റ് തന്നെയാണിത്. അപ്പോൾ ആരും ഈ ഒരു സാധനം മിസ്സാക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ വെരിഫിക്കേഷൻ ചെയ്ത് വെക്കുക. നിങ്ങൾ ഓൾറെഡി വെരിഫൈഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിൽ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പറയാനായിട്ടുള്ളത്.
വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.